നമസ്കാരം, ഞാൻ LS അശോക്. അരൂർ വിഷൻ ചാനലിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ അരൂരിൽ ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കഷ്ടതകൾ ദിനംപ്രതി അധികരിക്കുകയാണ്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം അരൂരിലും പരിസരത്തുമുള്ള ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും ആഘാതങ്ങളും ചെറുതല്ലെന്ന് കനത്ത മഴയുള്ള സമയത്ത് അരൂർ മുതൽ തുറവൂർ വരെ സഞ്ചരിച്ചാൽ കാണാം. ജനങ്ങളുടെ ജീവനും സഞ്ചാരത്തിനും സുരക്ഷ ഒരുക്കേണ്ട അധികാരികൾ കണ്ണടച്ചിരിക്കുകയാണെന്നാണ് ജനാഭിപ്രായം. ഇന്നത്തെ കനത്ത മഴയിൽ അരൂർ റെസിഡൻസി ഹോട്ടലിന് മുന്നിൽ ദേശീയപാതയുടെ കിഴക്കേ അരികിലൂടെ വൈകിട്ട് 6 മണിയോടെ ജോലിയും കഴിഞ്ഞ് തിരികെ പോകുന്ന സ്കൂട്ടർ യാത്രയായ വനിത കുഴിയിൽ ചാടി പരിക്കേൽക്കുന്ന CCTV ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം പാതയരികിൽ നിരവധി വെള്ളക്കെട്ടുകളും കുഴികളും രൂപപ്പെട്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം ദുരിതപ്പെയ്ത്തായി കഴിഞ്ഞു. ഇടുങ്ങിയ റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചെളിവെള്ളം തെറിച്ച് വീണ് യാത്രക്കാരുടെ വസ്ത്രങ്ങൾ അഴുക്കാകുന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞു. ഇതിനകം ഉയരപ്പാത നിർമ്മാണം 24ഓളം ജീവൻ അപഹരിച്ചു കഴിഞ്ഞു എന്നതും വിസ്മരിക്കാനാവില്ല. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉപജീവന സംവിധാനങ്ങൾക്കും സംരക്ഷ ഉറപ്പാക്കണമെന്ന് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനന്തരഫലം ലഭ്യമായിട്ടില്ല. ഈയിടെ കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ദേശീയപാത നിർമ്മാണ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ P. പ്രദീപ് ദുരിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ചില ഉറപ്പുകൾ നൽകിയെങ്കിലും ഇതേവരെ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.